ഹലോ ഗൈസ്, അപ്പോൾ ഗെയിമർ ബോർഡ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സോക്കർ സ്റ്റാറിൽ ആണ് കളിക്കാൻ പോകുന്നത്. നമ്മളെ കാണിച്ചു തരാം. നമ്മൾ കൊച്ചിയാണ് നമ്മൾ ക്ലബ്ബ് കാര്യങ്ങളും. എൻ്റെ പേര് അർണവ് കൃഷ്ണ എന്നാണ്. ഓൾറെഡി അത് തന്നെ നമ്പർ 17 നമ്പറാണ്. ഗോൾസ് 142 ഗോൾസാണ് നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 അസിസ്റ്റാണ്. സ്റ്റാർ 327 അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളുമൊക്കെ. നമുക്ക് മാച്ചിന് പോവാം. ഓക്കെ, ഏതായാലും അഫ്ഗാനിസ്ഥാനോടാണ് മാച്ച്. ഇന്ത്യയിലെ നമ്മളെ നമ്പർ ഏതായിരിക്കും അറിഞ്ഞൂടെ, പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ക്യാപ്റ്റനല്ല. ക്യാപ്റ്റൻ ദൈവനാണ്. നമ്മൾ ഇവിടെ ഈ സ്റ്റാറും കൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇങ്ങോട്ട് തന്നെ കൊടുത്തയക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നൗ പ്ലീസ് സ്കോർ. അയ്യോ പെട്ടൂലോ, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഒരു അസിസ്റ്റ് കൂടെ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വാട്ട് എ ഗോൾ! അർണവ് പൊക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട് ചെക്കന്, കണ്ടാലേ മനസ്സിലാവും. എടാ ജസ്റ്റ് മിസ്സടേ, ചാൻസ് എടുത്തേക്ക്. ഏതായാലും അതൊന്നും കൂടെ മിസ്സാക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. ഞാൻ ഇവന് കൊടുത്ത് അയ്യേ, എടാ ജസ്റ്റ് മിസ്. പക്ഷെ ഇതൊരു ഗോളായി. നമ്മൾ വീണ്ടും ഒരു അസിസ്റ്റ് ഗൈസ്. 2 അസിസ്റ്റാണ് ഈ മാച്ചിൽ നമ്മൾ സ്കോർ ചെയ്ത്. 27 അസിസ്റ്റാണ്. ഇപ്പം 29 ആയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, 29 അസിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കണ്ടിട്ടില്ല അതാ. ഓക്കെ, ഇപ്പം കണ്ടില്ലേ. ശേഷം ക്വാളിഫയറാണ്. ഒമാനോടാണ് നമ്മളെ മാച്ച് കാര്യങ്ങളൊക്കെ. ഒമാൻ ഇത് നമ്മളിങ്ങനെ വരച്ച് കൊടുത്താൽ മതി ഗൈസ് ഓരോ പ്ലേയേഴ്സിന്, അല്ലാണ്ട് വലിയ സീനൊന്നുമില്ല. ഈ 30 അസിസ്റ്റ് ആണെങ്കിൽ ഒരു അസിസ്റ്റും കൂടെ. എടാ ഓക്കെ എടാ അടിക്കടാ അത്. എൻ്റെ പൊന്നെ, അതെനിക്ക് അടിച്ചുകൂടെ. എന്നാൽ നമുക്ക് 30 അസിസ്റ്റ് ആവുമായിരുന്നു. വീണ്ടും അർണവിലേക്ക്. അർണവിൻ്റെ ഒരു നല്ലൊരു പാസ് ബൈ ഹെഡർ ഗോൾ. 11 നമ്പറുകാരൻ ഇന്ത്യക്ക് വേണ്ടി തൻ്റെ ഗോൾ നേടിയിരിക്കുന്നു. അടുത്തതായി ഒരു ഫ്രീ കിക്കാണ്. 9 നമ്പർ ഇന്ത്യയുടെ ക്യാപ്റ്റൻ അടിക്കാൻ ശ്രമിക്കുന്നു. ഈ കളിയിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുമോ? യെസ്, ഒരു ഗോൾ അർണവിധം 38 മിനിറ്റിൽ സ്കോർ ചെയ്തുകൊണ്ട് 2 ഗോൾ ആക്കുന്നു. ഒമാൻ 3 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഓ, നല്ലൊരു ഷോട്ട് തന്നെ ആയിരുന്നു അർണവിൻ്റേതു. 2 പേര് മുമ്പിലിരിക്കേ. ഓ, അതവിടെ ചാൻസ് മിസ്സാവുകയാണ് ഗൈസ്. ഇതിൽ വല്ല പഴവോ പറ്റിയോ ഒന്നും കൂടെ കളിക്കാം ഗൈസ്. അങ്ങനെയാണ്, കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ്. എന്ത് പറയാനാണ്. അതെങ്കിലും മര്യാദയ്ക്കൊരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, നല്ലൊരു എൻ്റെ അളിയമ്മ. എടോ എന്ത് ഗോളിയുടെ അത്! എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ വേണേ വാങ്ങിച്ച്. ഷോടോ എന്താണത് ഗോളി. അയ്യേ, ഫ്രീ ചാൻസ് ഉണ്ടായിരുന്നു. ഞാനതല്ല അടുത്ത് ഗൈസ്. യൂസ്ഫുൾ അടുത്ത് നമ്മൾ ഇവിടെ വല്ലതും ഉണ്ടോ ആരെങ്കിലും? ഇവിടെ ഇരുത്തുന്നുണ്ട്. ഇവന് കൊടുത്തേക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു അതിന് കൊടുത്തേക്കാം. ഞാൻ എൻ്റെ പേര് തന്നെ വിളിക്കുന്നു ഗൈസ്. വൈ എടാ. ഓക്കെ, മിസ്സാവുന്നില്ല. എവിടെയാടാ? ഇതിപ്പോൾ വെട്ട് കിടക്കുവാണല്ലോ. ഏടേ എൻ്റെ തലേൻ്റെ മേളിൽ കൂടെ പോയി ഗൈസ്. 2-3. ഒമാൻ ഗുഡ് പ്ലേയിങ്. എടാ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ ക്യാപ്റ്റൻ. എടാ ഒരു മര്യാദയ്ക്ക് നല്ല പാസ് കൊടുത്ത്. അർണവ് യൂസ്ഫുൾ സ്കോർ. എടാ ഇന്നെ ഒരു പ്രാവശ്യം ഗോളാക്കൂല. ഈ അർണവ് ഫുൾ അടിക്കും ഈ ഗെയിമത്തെ. എന്നിട്ട് ഒന്നും ഗോളാക്കൂല്ല. ഞാൻ ഫുൾ അടിക്കും, പക്ഷേ അത് ഗോളാവില്ല. അത് മറ്റോൻ്റെ അടുത്ത് പോയി തട്ടും. അപ്പോൾ മറ്റോൻ്റെ എടുത്തിട്ട് കളിച്ച് ഗോളാക്കും. അങ്ങനെ നമ്മൾ കൊച്ചി വേഴ്സസ് ചെന്നൈ
കേരള ബ്ലാസ്റ്റേഴ്സ്. നിങ്ങൾ പഞ്ചാബ് എഫ്സിനോടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് കണ്ടോ? പൊളി മാച്ചായിരുന്നു. ദിമിക്രിയോസ് പെനാൾട്ടി ഗോൾ ചെയ്ത് ഗൈസ്. ദിമിക്രിയോസ് ഫസ്റ്റ് ഗോൾ. അതിന് ശേഷം 1-1 എന്ന സ്കോറിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു. ലൂണയ്ക്ക് ഗുരുതരായ പരിക്കാണ് ഗൈസ്. എന്ത് പറയാനാണ്, പാവം ക്യാപ്റ്റൻ. ലൂണയ്ക്ക് പകരം ക്യാപ്റ്റനായിട്ട് വന്നത് ലെസ്കോവിച്ചാണ്. ഞാൻ കളി ഫുള്ളിരുന്ന് കണ്ട് ഗൈസ്. പഞ്ചാബിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് 13 അറ്റംപ്റ്റ്സ് ചെയ്ത്, പഞ്ചാബ് 3 അറ്റംപ്റ്റ്സ് ഒറ്റേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര വലിയ ടീമാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അർണവിൻ്റെ അസിസ്റ്റ്. ഓക്കെ, ഞാൻ ഒരു അസിസ്റ്റാണ് കൊടുത്തിട്ട്. നിങ്ങളിങ്ങനെ താഴോട്ടും മുകളിലോട്ടും നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. എന്താണ് ഗൈസ് ആർട്സൊന്നും വരാത്ത? ഭയങ്കര ആർട്സുള്ള ഗെയിമാണ്. ആർട്സ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് റെക്കോർഡ് ചെയ്യാത്ത. അല്ലെങ്കിൽ ഞാൻ ഇത് പണ്ടേ റെക്കോർഡ് ചെയ്ത് വീടിട്ടനെ. ഭയങ്കര ആർട്സുള്ള ഗെയിമാണ് ഗൈസ്. എന്ത് പറയാനാണ്. അയ്യോ, എംബാപ്പേൻ്റെ 3 സ്റ്റാർ, ട്രിപ്പിൾ സ്റ്റാർ. എടോ എൻ്റെ പൊന്നളിയ. ഹൈദരാബാദിൻ്റെ കൊണ്ടാണ് ഗൈസ് മാറ്റി. ഹൈദരാബാദ് പാവം ഹൈദരാബാദ് ഗൈസ്. ഇതുണ്ടോ ഇത്ര കപ്സൊക്കെ നമുക്ക് മേടിക്കാനുള്ളതാണ്. എൻ്റെ പൊന്നെ, അത് നമുക്ക് കുറേ കപ്സൊക്കെ മേടിക്കാനുള്ളതാണ്. ഹൈദരാബാദ് FC പാവം ISL തന്നെ ഏറ്റവും ലാസ്റ്റുള്ള ടീമാണ്. ഏതായാലും ലാസ്റ്റ് തന്നെയാണ്. ഞാൻ ടേബിൾ നോക്കുമ്പോൾ ലാസ്റ്റ് തന്നെ ഇരുന്നു. ഇപ്പോൾ വല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാവം ടീം. അർണവിൻ്റെ അസിസ്റ്റ് ആകുമോ ഇത്? എന്താണെടാ? ഓ എൻ്റെ പോലെ ഗോളാ. എടാ ഇത് നേരത്തെ പോലെ തന്നെ ഇവൻ അടിക്കുന്നൊന്നും ഗോളാവൂല. ഇത് ഗോളാക്കിയിട്ടുണ്ടല്ലോ. എടാ എന്താണ് അർണവ്? എനിക്കൊരു ഗോളും അടിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഗൈസ്. എന്ത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. ഈ ഗെയിമിൽ ഞാൻ ഭയങ്കര വീക്ക്നെസ്സും അല്ല, എന്താ പറയുക, ഒട്ടും വീക്ക്നെസ് അല്ല. ഓക്കെ, 17 നമ്പറുകാരൻ സൂട്ട് ഗൈസ്. ഒന്നെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ 7 നമ്പറുകാരൻ സൂട്ടിരിക്കുന്നു. പക്ഷെ അത് റൊണാൾഡോ മാത്രമല്ല എന്നുള്ളു. എടാ നിങ്ങളെന്തെന്നാണോ ഇങ്ങനെ? നിങ്ങളെന്തൊന്നും ഇങ്ങനെ കളിക്കുന്ന? മരീക്കൊക്കെ ഒന്ന് കളിച്ചിട്ടുണ്ടിരുന്നെങ്കിൽ നിങ്ങളെ ടീമിന് തന്നെയാണ് ഗുണം. അതും കൊണ്ടിട്ടിപ്പോൾ റഫറിൻ്റെ കാലിൽ തട്ടി. മറ്റും സ്ലൈഡ് ചെയ്തത് വെറുതെ ഇപ്പോൾ ഗൈസ്. പാവം ഇവനക്ക് പാസ് കൊടുത്താൽ വല്ല ഗുണം ഉണ്ടാവുമോ? നല്ല ഗുണം ഉണ്ടാവും എന്ന് മിക്കവാറും തോന്നുന്നേ. എടാ ഗോൾ, ചെറിയ ഗോൾ. വലിയ ഗോളെന്നൊന്നും പറയാൻ പറ്റൂല അല്ലേ. ചെറിയ ഗോൾ. എടതിപ്പോൾ ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്ന പോലെ ഗൈസ്. ഓക്കെ, ഇതെങ്കിലും ഗോളാക്ക്. യൂസ്ഫുൾ പ്ലീസ്. അർണവ് ഗോൾ.